നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 17. അങ്ങനെ ഇന്ന് ചിങ്ങം 1. ആദ്യമായി തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോർമൂസിൽ വെച്ച് നേരിയ തോതിലുള്ള ആക്രമണങ്ങൾ യുഎയുടെ 2 എണ്ണ ടാങ്കറുകൾക്ക് മുകളിൽ നടത്തിയെങ്കിൽ കൂടിയിട്ടും യുഎസിന്റെ ഇറാന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടന്നതുമില്ല. എങ്കിലും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ നടത്തിയ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറ് ജൂൺ 17 അവസാനമായി നടപ്പിലാക്കിയതെങ്കിൽ അതിന്റെ കരാറ് ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. കാരണം ഈ കരാറിനാകെ 60 ദിവസത്തെ വാലിഡിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആയതിനാൽ തന്നെ ഇന്ന് യുഎസ് ഇറാൻ പീസ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള കരാർ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അടുത്തത് എന്തെന്നുള്ള ചോദ്യത്തിന് യാതൊരുവിധ ഉത്തരവും ഇതുവരെ വന്നിട്ടുമില്ല. മാത്രവുമല്ല, നിലവിൽ ഒരാഴ്ചയിലേറെ കാലമായി യുഎസ് ഇറാൻ പ്രശ്നങ്ങളെ കുറിച്ച് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വരുന്നുമില്ല. എങ്കിലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വെള്ളിയാഴ്ച യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റെ ഇറാനെതിരെയുള്ള പുതിയ സാമ്പത്തിക ഉപരോധങ്ങളെ കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റും വെള്ളിയാഴ്ച രാത്രിയോടുകൂടി തന്നെ വന്നു എന്നുള്ള റിപ്പോർട്ട്സുകളും വരുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇൻഡോ MIM, ക്രെസൻഡ റെയിൽവേ സ്റ്റേഷൻസ്, ഇന്ദ്രിയാനി ബയോടെക്, മഹാൻ ഇൻഡസ്ട്രീസ്, സിൽവർ ലൈൻ ടെക്നോളജീസ്, സ്റ്റാർബീം വെഞ്ചേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിയിൽ ഇന്നൊരു റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ ഒരു പക്ഷേ 24,500 എന്ന ലെവലിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ആയതിനാൽ തന്നെ ഈ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ പിന്നീട് മുൻപോട്ടുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-ഡേ EMA ലെവലായ 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും തുടർന്ന് ഈ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 24,050, 24,400 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം ഇന്ത്യൻ സമയം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും ജൂലൈ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ റിലീസ് നടക്കാനുണ്ട്. ഇന്ന് യുഎസിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിന് ശേഷം തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് നേരിയ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും കഴിഞ്ഞതിന്റെ മുന്നത്തെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അഥവാ ഓഗസ്റ്റ് 7 ശേഷം വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഒരേപോലെ തന്നെ ബയേഴ്സ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 508.12 കോടി രൂപയ്ക്കും അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 356.40 കോടി രൂപയ്ക്കുമാണ് ബൈയിങ് നടത്തുകയും ചെയ്തത്. ഇന്ന് 2 IPOസിന്റെ ലിസ്റ്റിംഗ് നടക്കാനിരിക്കുന്നു. രണ്ടും മെയിൻ ബോർഡിലേക്കാണ്. അതായത് ദൂത് ട്രാൻസ്മിഷനും മോൾബിയോ ഡയഗ്നോസ്റ്റിക്സുമാണ് ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന IPOs. അതേസമയം ബന്ധൻ ബാങ്ക്, ഡെൽറ്റ കോർപ്പ്, ഫാബ്ടെക് ടെക്നോളജീസ്, ഹിസാർ മെറ്റൽ ഇൻഡസ്ട്രീസ്, ഹൗസിംഗ് ആൻഡ് urban ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ്, മണപ്പുറം ഫൈനാൻസ്, NBCC ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെ എക്സ് ഡേറ്റ് ആണ് ഇന്ന്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 1.25%, ഇൻഫോസിസ് ADRന് 2.5%, വിപ്രോയ്ക്ക് 1% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ADRന് 1.25%, ICIC ബാങ്ക് ADRന് 0.25% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ബുധൻ വ്യാഴം ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നേട്ടങ്ങൾക്ക് ശേഷവും മാത്രമല്ല ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാൻ S&P 500 വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റിൽ ആ മൊമെന്റം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് ടെക് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ഇടിവും മാത്രമല്ല യുഎസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജൂലൈ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയിൽ അപ്രതീക്ഷിതമായി തന്നെ വീക്ക്നെസ് രേഖപ്പെടുത്തിയത് മൂലമാണ് വെള്ളിയാഴ്ച ഇവയ്ക്ക് ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നത്.
തുടർന്ന് S&P 500-ന് 0.17%, നാസ്ഡാക്കിന് 0.28% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് രാവിലെ വ്യാപാരം പുനരാരംഭിച്ച യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും 19 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും ജർമ്മൻ മാർക്കറ്റിന് 0.5%-ലേറെ നേട്ടത്തോടുകൂടിയും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് മാത്രമേ നിലവിൽ ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളൂ. ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി അഥവാ 36 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ഇന്ന് ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ട പോലെ തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1.5%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ നേരിയ ഉണർവും അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5% ഇടിവുമാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $88.58 ബാരൽ നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $82.18 ബാരൽ നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഗോൾഡിന്റെ വിലയിൽ അതേസമയം $19 അഥവാ 0.5% ഉയർച്ച അനുഭവപ്പെടുന്നുമുണ്ട്. $4,394.57 ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.88 എന്ന നിലയിലും മാക്സ് പെയിൻ 24,400 എന്ന ലെവലിലുമായിട്ട് തന്നെ തുടരുന്നു. നേരിയ ഇടിവാണെങ്കിൽ കൂടിയിട്ടും വെള്ളിയാഴ്ചയും നേരിട്ട ഇടിവിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-ഡേ EMA-യിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-ഡേ EMA ഇൻട്രാഡേ ബേസിസിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടെങ്കിലും അവസാനം മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ച റിക്കവറിയെ തുടർന്ന് 20-ഡേ EMA-ക്ക് ജസ്റ്റ് മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയിൽ റേഞ്ച് ബൗണ്ടോട് കൂടിയിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു കാണുവാനായിട്ടും സാധിച്ചിരുന്നതെങ്കിലും തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലും നേരിയ നഷ്ടത്തോടുകൂടി തന്നെയാണ് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നത്. തുടർന്ന് നിഫ്റ്റിയുടെ മൊമെന്റം നഷ്ടപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. പതുക്കെയാണെങ്കിൽ കൂടിയിട്ടും RSI-ലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 52.21 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,350 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 24 എന്ന സൈക്കോളജിക്കൽ സ്ട്രൈക്കിലാണ് ഫുഡ് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജുനീപ്പ ഗ്രീൻ എനർജി 200 മെഗാവാട്ട് ശേഷിയുള്ള പുതിയ സോളാർ പ്രൊജക്ട് എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഓഗസ്റ്റ് 6 മുതൽ 14 വരെ കമ്പനിയുടെ ഹൈദരാബാദിലെ ബച്ചുപള്ളിയിലുള്ള ഫോർമുലേഷൻസ് നിർമ്മാണ കേന്ദ്രത്തില് US FDA നടത്തിയ പരിശോധനയിൽ 4 നിരീക്ഷണങ്ങൾ കണ്ടെത്തി. ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രീ ബി കുമാറിന് പകരമായിട്ട് ശ്രീ വിനീത് ശ്രീവാസ്തവയെ ബാങ്കിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചു. കിറ്റെക്സ് 3000 കോടി രൂപയുടെ ധനസമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. BEML BE-220G ഹൈഡ്രോളിക് എക്സ്കവേറ്ററുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് മൗറീഷ്യസിൽ നിന്നും $6.65 മില്യൺ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. PB ഫിൻടെക് ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ഷോക്കോസ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. മേനോൻ ബെയറിംഗ്സ് കമ്പനിയുടെ പ്രൊമോട്ടർമാർ 1.77% സ്റ്റേക്ക് അഥവാ 9.96 ലക്ഷം ഷെയർസ് 240 രൂപ per ഷെയർ എന്ന നിലയിൽ 23.92 കോടി രൂപയ്ക്ക് ബ്ലോക്ക് ഡീൽ വഴി വിറ്റു. ഇൻഡിഗോ പെയിന്റ്സ് HDFC മ്യൂച്വൽ ഫണ്ട് ഇൻഡിഗോ പെയിന്റ്സിൽ 5.8 ലക്ഷം ഓഹരികൾ അഥവാ 1.2% വരുന്ന സ്റ്റേക്ക് 68.16 കോടി രൂപയ്ക്ക് 1173 രൂപ 26 പൈസ per ഷെയർ നിരക്കില് പെയ്ഡപ്പ് ഇക്വിറ്റി വഴി വാങ്ങി. ഫിസിക്സ് വാല പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ
ക്വാർട്ടറിൽ 120 കോടി രൂപ ലോസിൽ നിന്നും ഇത്തവണ 77.6 കോടി രൂപയായിട്ട് ലോസ് കുറച്ചു. അതേസമയം റവന്യൂവില് 24.4% വർധനവും രേഖപ്പെടുത്തി. റൂബിക്കോൺ റിസർച്ച് പ്രോഫിറ്റില് 95.8%, റവന്യൂവില് 51.6% വർധനവ് രേഖപ്പെടുത്തി. GMR എയർപോർട്ട്സ് ജൂലൈ മാസത്തെ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റില് ഇയർ ഓൺ ഇയർ ബേസിസില് പാസഞ്ചർ ട്രാഫിക്കില് 0.4% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് പാസഞ്ചർ ട്രാഫിക്കില് 0.1% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഇന്റർനാഷണൽ പാസഞ്ചർ ട്രാഫിക്കില് 2% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ എയർക്രാഫ്റ്റ് മൊമെന്റ്സില് 1.5% ഇടിവും രേഖപ്പെടുത്തി.